കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഈ കൊച്ചു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തനി നാടൻ രുചിക്കൂട്ടുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഒരു നാടൻ കറിയാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അതിനായിട്ട് ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതിന്നൊരു 250 ഗ്രാം മത്തങ്ങ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടെ നമുക്ക് കീറിയെടുക്കണം. അപ്പോൾ ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ കുതിർക്കാനിട്ടതാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ കൊടുത്ത് നമുക്ക് വേവിക്കാം. കറിക്ക് അരപ്പ് തയ്യാറാക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മത്തങ്ങയും വൻപയറും എല്ലാം കൂടെ വെന്തത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഈ കറിക്കൊന്ന് കടുക് വറക്കാം. അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ ഇളക്കി കൊടുത്തു. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.